रिद्धि लेके आओ गणराजा मेरे घर में पधारो रिद्धि सुने पधारो गजानन जी मेरे घर में पधारो ഹലോ കൂട്ടുകാരെ, ഇന്ന് നിങ്ങളെ രാജസ്ഥാനിലെ ഒരു വിവാഹ ചടങ്ങ്, അത് എത്ര ദിവസമുണ്ട്, എന്തെല്ലാം ചടങ്ങുകളാണ് എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ലഗൻ എന്ന് പറയും. ലഗൻ ഈ ചെറുക്കൻ്റെ വീട്ടിൽ വെച്ചാണ് ഇപ്പോൾ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ ചടങ്ങുകൾ പെണ്ണിൻ്റെ വീട്ടിൽ, ആ പെണ്ണിൻ്റെ വീട് എവിടെയെന്ന് നമുക്കറിയില്ല, പെണ്ണിൻ്റെ വീട്ടിലും ഇതുപോലുള്ള ചടങ്ങുകളുണ്ട്. അപ്പോൾ രാത്രിയായി, ഈ ചടങ്ങുകളൊക്കെ ഈ രാത്രിയിലാണ് തുടങ്ങിയേക്കുന്നത്. നടുക്കായിരിക്കുന്നതാണ് ചെറുക്കന്. ആ ചെറുക്കൻ്റെ കയ്യിൽ മധുരം കൊടുക്കുകയാണ്. പിന്നെ അവൻ്റെ വായിലും ഏതോ ഒരു മധുരം വെച്ച് കൊടുത്തു. അവൻ്റെ കയ്യിൽ കുറച്ച് പൂജാ സാധനങ്ങളും പിന്നെ ഡ്രസ്സ് അവൻ്റെ കല്യാണത്തിന് ഇടാനുള്ളതാണോ അതോ പെണ്ണിന് വേണ്ടിയുള്ളതാണോ എന്നറിയില്ല. ഇതെല്ലാം അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെറുക്കൻ നടുക്കിരിക്കുന്നു. ബന്ധുക്കളെല്ലാം ചുറ്റും ഇരിക്കുകയാണ്. കൂടുതലും പ്രായമുള്ള അപ്പച്ചന്മാരാണ് ചുറ്റുപാട് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ദക്ഷിണ കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഇന്ന് രാത്രിയിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. പ്രായമുള്ളവർക്ക്, വീട്ടിലെ മുതിർന്നവർക്ക് ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഓരോരുത്തർ ചെറുക്കന് ഇവിടെ നമുക്ക് ചിരി വരും. ഇവിടെ ടർക്കിയൊക്കെയാണ് കൊടുക്കുന്നത്. ടർക്കി, തോർത്ത്, ഇതൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. ബന്ധുക്കളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഓരോ ചടങ്ങുകൾ നടക്കുന്നു. ഒരാളൊരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഫോട്ടോ എടുപ്പുണ്ട്. ചെറുക്കനീന്ന് ഗിഫ്റ്റ് കൊണ്ട് നിറയും. കല്യാണം ഇനിയും 10 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ 10 ദിവസം വരെ ഓരോ ചടങ്ങുകളാണ്. ഇനി അവൻ്റെ പെങ്ങളുടെ വകയായിട്ട് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഇവർക്കൊത്തിരി ചടങ്ങുകളുണ്ട് കൂട്ടുകാരെ. നമ്മുടെ വീട്ട് കല്യാണത്തിന് 10 മണിക്ക് വന്നു, അവിടുന്ന് വല്ലതും കഴിച്ചു, വണ്ടി കയറി അപ്പം തിരിച്ചു പോവുക, അങ്ങനല്ല. ഇവർക്കൊത്തിരി ചടങ്ങുകളുണ്ട്. ഏറ്റവും കൂടുതൽ ഇവരുടെ പണം ചിലവാകുന്നത് മുഴുവൻ കല്യാണത്തിന് വേണ്ടിയാണ്. ഏറ്റവും ഒരു സാധുവിൻ്റെ കല്യാണം വരെ, ഏറ്റവും പാമ്പടിച്ചവൻ്റെ കല്യാണം ഒരു 7-8 ലക്ഷം രൂപയുടെ ചിലവാണ് ഇവരുടെ കല്യാണം. കാരണം ഇങ്ങനെയുള്ള ഓരോ ചടങ്ങുകൾക്കും ഇവർക്ക് വസ്ത്രം കൊടുക്കണം, പ്രായമുള്ള ഓരോ ഇരിക്കുന്ന അപ്പച്ചന്മാർക്കും പൈസ കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചടങ്ങുകൾ ഇവർക്ക് ഉണ്ട്. ചെറുക്കനും പെങ്ങളും കൂടാണ് ഇരിക്കുന്നത് കേട്ടോ. ചെറുക്കനും അവൻ്റെ സ്വന്തം പെങ്ങളും. ചെറുക്കൻ ഗിഫ്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇനിയും ഓരോ അപ്പച്ചന്മാർ ഓരോ ഗിഫ്റ്റ് തുറക്കുന്നേ ഉള്ളൂ. ഗിഫ്റ്റൊക്കെ ആയിട്ട് ചെറുക്കൻ വരികയാണ്. കയ്യിൽ പൊക്കാൻ പറ്റുന്നില്ല, അതുപോലെ ഗിഫ്റ്റാണ്. കൂട്ടുകാരെ, മറ്റൊരു കാര്യം, ചെറുക്കന് ഗിഫ്റ്റുകളൊക്കെ കൊടുത്തു. അവന് ആ ഗിഫ്റ്റ് കൊണ്ട് അകത്തെ പൂജാമുറിയിലേക്ക് പോയി. ഈ സൈഡിലിരിക്കുന്നത് പെണ്ണിൻ്റെ വീട്ടുകാരും ഈ സൈഡിലിരിക്കുന്ന പ്രായമുള്ളവർ ചെറുക്കൻ്റെ വീട്ടുകാരുമാണ്. ഇനി ഇവർ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിയും വസ്ത്രങ്ങൾ കൈമാറും. അതൊരു വലിയ ചടങ്ങാണ്. ഈ വീട്ടിലെ രണ്ട് വീട്ടിലെ മുതിർന്നവർ തമ്മിൽ പ്രായമുള്ള അപ്പച്ചന്മാർ തമ്മിൽ വസ്ത്രങ്ങൾ കൊടുക്കുകയാണ്. തോർത്ത് കൊടുത്തു. ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ദിവസമാണ് ഈ വിവാഹത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുകയും, അതായത് ഇവിടുന്ന് കൊടുക്കുന്ന വസ്ത്രം കൊണ്ട് വേണം പെണ്ണ് അടുത്ത ദിവസം ഈ വീട്ടിലെ വിവാഹ ചടങ്ങിന് വേണ്ടി വരാൻ. അപ്പം രണ്ട് കുടുംബക്കാർ തമ്മിൽ ഉറപ്പിക്കുന്ന വിവാഹത്തിൻ്റെ പ്ലാനൊക്കെ നേരത്തെ ചെയ്തു. അതിൻ്റെ നമ്മുടെ നാട്ടിലെ നിശ്ചയം പോലുള്ളൊരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ചെറുക്കന് എല്ലാ മുതിർന്നവരുടെ അടുക്കൽ ചെന്ന് ആശീർവാദം, അനുഗ്രഹം മേടിക്കുന്നു. പ്രായമുള്ളവരൊക്കെ അവൻ്റെ കയ്യിൽ 10 രൂപ, 100 രൂപ ഇങ്ങനെ കൊടുക്കും. 500 രൂപ ഒന്നും ആരും കൊടുക്കില്ല. അതൊക്കെ നമ്മുടെ നാട്ടിലെ. ഇവിടെ എല്ലാം 10, 100, 101, 21 ഇങ്ങനെ. ചെറുക്കന് എല്ലാവരുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിക്കുന്നു. എല്ലാവരും അവന് പൈസ കൊടുക്കുന്നു. അപ്പോഴിവിടെ ഇങ്ങേ സൈഡിലെ പ്രായമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും വസ്ത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നു. വലിയ ചടങ്ങുകളാണ് കേട്ടോ. ചടങ്ങെന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ ചടങ്ങല്ല പറഞ്ഞേ, ഈ ഇവരുടെ രീതി, ഇതിൻ്റെ ഹിന്ദിയിലെ രീതി റിവാജ് എന്നാണ് പറയുന്നത്.
മൂത്ത മോക്ക് കൊടുക്കണം, ഇളയ മോൾക്ക് കൊടുക്കണം. ഇത് ചെറുക്കൻ്റെ പെങ്ങൾക്കും ഹസ്ബൻഡിനും വേണ്ടി വസ്ത്രം കൊടുക്കുക. എന്നിട്ട് 10 രൂപ അതിൻ്റെ അകത്തുണ്ടാകും. ഇങ്ങനെ എന്തെല്ലാം ചടങ്ങുകളാണ് ഇവർക്കറിയാമോ? ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ ഇവരുടേതായ പ്രത്യേക പാട്ടുകളുണ്ട്. പ്രായമുള്ളവർ പെണ്ണുങ്ങൾ പാട്ട് പാടുന്നു. മോൻ കാണിക്കില്ല ആരും ആരെ. പ്രായമുള്ള സ്ത്രീകൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രായമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നു ഈ ഗുരുദക്ഷിണ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു വലിയ ചടങ്ങായിരുന്നു. ഇവിടെ ഇതൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. വസ്ത്രം കൊടുക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. ഇതെല്ലാം പെണ്ണിൻ്റെ വീട്ടിലെ ഏറ്റവും മുതിർന്ന ഒരാളാണ് ഇത് ചെയ്യുന്നത്. ഇത് ചെറുക്കൻ്റെ വീട്ടിലെ പ്രായമുള്ള ആളാണ് ഈ പോകുന്നത് കേട്ടോ, ചെറുക്കൻ്റെ വല്യപ്പച്ചൻ. രാജസ്ഥാനി കല്യാണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് മെഹന്തി. ചെറുക്കനെ ഇനിയും എല്ലാവരും മൈലാഞ്ചി ഇടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനു വേണ്ടിയുള്ള പൂജകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുക്കന് ദക്ഷിണ കൊടുക്കുകയാണ്. 100, ഒരു തേങ്ങ, മധുരം, ഇതൊക്കെയാണ് ഇവരുടെ ചടങ്ങുകൾ. പലവിധ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തിലെ പ്രായമുള്ളവർ ചെറുക്കന് മധുരം കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ പല വിധത്തിലുള്ള മിഠായി, തേങ്ങ, എല്ലാ കാര്യങ്ങളും ചെറുക്കന് കൊടുക്കുകയാണ്. ഒരു ദിവസത്തെ ചടങ്ങല്ല, 4 ദിവസത്തെ ചടങ്ങുകളാണ്. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാജസ്ഥാനി കല്യാണമാണ്. ഇതിപ്പം വിവാഹമല്ല, വിവാഹത്തിന് മുമ്പുള്ള വീട്ടിലെ ചില ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പക്കാരെല്ലാം തകർത്ത് ഡാൻസ് ചെയ്യുമ്പോൾ ഇതിന്റെ പുറകിൽ അമ്മച്ചിയുണ്ട്. രാജസ്ഥാനി വിവാഹത്തിന്റെ ചെറുക്കനെ മൈലാഞ്ചി ഇടുന്ന ചടങ്ങാണ്. ചെറുക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പുറത്ത് മെഹന്തി ഹിന്ദിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ തകർത്ത ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊന്ന് കാണാം. പകലത്തെ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇനിയും രാത്രിയിൽ വീണ്ടും ചടങ്ങുകളാണ്. ചെറുക്കൻ്റെ അമ്മയുടെ ആങ്ങളമാർക്കും ബന്ധുക്കൾക്കും അവിടെ നിന്ന് വന്ന എല്ലാവർക്കും അവർക്കിവർ ഇഷ്ടംപോലെ സാരി കൊടുത്തു കേട്ടോ. സാരിയും വസ്ത്രങ്ങളും ഒക്കെ ഈ കല്യാണം നടക്കുന്ന വീട്ടിലെ ചെറുക്കനും പെണ്ണിനും വേണ്ടി കൊടുത്തു. അപ്പം ചെറുക്കൻ്റെ അപ്പനും അമ്മയും അമ്മയുടെ ഭാഗത്തു നിന്നും വന്ന വീട്ടുകാർക്ക് ഇങ്ങനെ സിന്ദൂരം തൂത്തു കൊടുക്കണം. ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. 7 മണിക്ക് തുടങ്ങിയതാണ്. ഈ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഇതുവരെ ആഹാരം പോലും കഴിച്ചിട്ടില്ല. ഇവരൊക്കെ സാധാരണ 6:30 ആഹാരം കഴിച്ച് കിടന്നുറങ്ങുന്നത്. പക്ഷെ എല്ലാവരും കുത്തിയിരിക്കുകയാണ്. അപ്പം
കല്യാണം നടക്കുന്ന വീട്ടിലെ ചെറുക്കൻ്റെ അമ്മയും അമ്മയുടെ വീട്ടുകാരും ആങ്ങളമാരും നാട്ടുകാരുമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവരെ പൈസ എത്ര കിട്ടിയോ ആ പൈസ ഇവിടെ വെക്കും. ആ പൈസയോടൊപ്പം തന്നെ ആ പാത്രത്തിൽ കണ്ടോ, ഇതിനകത്ത് വീടിയും വിമലുമാണ്. പ്രായമുള്ളവരൊക്കെ ചടങ്ങിനകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഇവരാണ് ഇതിൻ്റെ മുഴുവൻ കൺട്രോളും കേട്ടോ. പ്രായമുള്ളവരാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുക്കൻ്റെ വെല്ലിപ്പൻ. ഇത് നിശ്ചയം കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം നടക്കുന്ന പ്രോഗ്രാമുകളാണ്. ഇനിയും അടുത്ത ദിവസമാണ് ഇവിടെ നിന്ന് കല്യാണത്തിന് വേണ്ടി പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെറുക്കൻ വീട്ടുകാർ പോകുന്നത്. ഈ ചാക്കിനകത്തിരിക്കുന്ന കണ്ടോ കൂട്ടുകാരെ, ഇതെല്ലാം ചെറുക്കൻ്റെ അമ്മയ്ക്ക് അമ്മയുടെ ആങ്ങളമാരും വീട്ടുകാരും കൊണ്ടുകൊടുത്ത സാരികളാണിത്. ചെറുക്കൻ്റെ അമ്മ പ്രായമുള്ള മുതിർന്ന എല്ലാവരുടെയും കാലിൽ ഇങ്ങനെ തൊട്ട് ആശീർവാദം മേടിക്കുകയാണ് ഈ ചടങ്ങുകൾ കാണുന്നത്. ഇതൊക്കെ ഇവരുടെ നമ്മൾക്ക് അംഗീകരിക്കാൻ, അല്ലെങ്കിൽ നമുക്കിതൊന്നും അറിയില്ല. നമ്മുടെ നാട്ടുകാർക്ക് കൂട്ടുകാരെ വരിക, ആഹാരം കഴിക്കുക, 1 മണിയാകുമ്പോൾ അവിടെ നിന്ന് തിരിച്ച് ഓടിപ്പോവുക. പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല. ഇവർക്ക് ഒരുപാട് ഇവരുടെ കഷ്ടമുണ്ട്. അതെല്ലാം ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ, വന്ന ബന്ധുക്കളെല്ലാം ചെന്ന്, പ്രായമുള്ള എല്ലാവരും ചെന്ന് ചെറുക്കൻ്റെ അമ്മ ഇങ്ങനെ നമസ്കരിക്കുകയും അവരെ ഇങ്ങനെ തൊടുകയും ഒക്കെ ചെയ്യുന്നു. ഇവരുടെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആളാണ് ആ തലയെക്കെട്ടുമായിട്ടിരിക്കുന്ന ആ പ്രായമുള്ള ആ വൃദ്ധനായ മനുഷ്യൻ. ബാക്കിയുള്ള വൃദ്ധന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നു, പ്രായമുള്ള അപ്പച്ചന്മാർ. ഇവരാണ് ഈ വിവാഹത്തിൻ്റെ സകല കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ നിയന്ത്രണത്തിലാണ് സകല കാര്യങ്ങളും. ഇവർ പറയുന്ന അല്ലാതെ ഒരു കാര്യം ഇവിടെ നടക്കില്ല. ഇങ്ങനെയാണ് രാജസ്ഥാനി കല്യാണങ്ങൾ.